എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വിവാഹം നടന്നത്? എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കുട്ടി ഉണ്ടായത്? എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്? എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എൻ്റെ രോഗം മാറിയത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ വാക്കുകളുടെ എല്ലാം ഉള്ളിൽ ഒരു യാചകൻ്റെ ഭാവത്തിൽ അസത്യം ഒളിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഒരു യാചകൻ്റെ രൂപത്തിൽ അസത്യം ആ വാക്കുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നർത്ഥം. അതായത് എൻഡവർ എന്ന് പറയുന്ന വാക്കിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നത് പ്രയറാണ്. പ്രയർ എപ്പോഴും നമ്മളെ അസത്യത്തിലേക്ക് നയിക്കും, നമ്മളെ അസത്യം പറയുവാൻ പ്രേരിപ്പിക്കും, സത്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും, നമ്മളെ അലസരാക്കും, നമ്മളെ കർമ്മശേഷിയില്ലാത്തവരാക്കും. ദൈവത്തിന് വേണ്ടി നമ്മൾ നുണ പറയാൻ തുടങ്ങും. ദൈവത്തിന് വേണ്ടി നുണ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടും നുണ പറയാൻ യാതൊരു ഭയവും ഉണ്ടാവുകയില്ല. ദൈവത്തെക്കുറിച്ച് നമ്മൾ നുണ പറയുമ്പോൾ ചുറ്റും നിൽക്കുന്നവർ കൈയടിച്ച് ആഹ്ലാദിക്കുന്നത് നമുക്ക് കൂടുതൽ നമ്മളെ കള്ളനാക്കുവാൻ കാരണമാകും. ദൈവത്തിന് വേണ്ടി നമ്മൾ കള്ളസാക്ഷ്യങ്ങൾ പറയും, ദൈവത്തെ നമ്മൾ കണ്ടെന്ന് പറയും, ദൈവത്തോട് സംസാരിച്ചെന്നും പറയും. ദൈവത്തിന് വേണ്ടി നുണ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രോഗിയാണെന്ന് പറയും, രോഗശാന്തി ഉണ്ടെന്ന് പറയും. മറ്റുള്ളവരുടെ ശാന്തമായിട്ടുള്ള ജീവിതത്തെ നമ്മൾ തകർക്കും, അശാന്തി പരത്തും. ഞാൻ പ്രാർത്ഥിച്ചു നേടി എന്ന് പറയുന്നതാണോ, ഞാൻ പ്രയത്നിച്ചു നേടി എന്ന് പറയുന്നതാണോ നമുക്ക് ഏറ്റവും അഭിമാനകരം? ഏത് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുക? ഞാൻ പ്രയത്നിച്ചു നേടി എന്ന് പറയുമ്പോഴാണ്. കാരണം അതിലാണ് സത്യമിരിക്കുന്നത്. പ്രാർത്ഥിച്ചു നേടി എന്ന് പറയുമ്പോൾ അതിൽ സത്യം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. കാരണം എന്താ? പ്രയർ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യാചിക്കുക, അപേക്ഷിക്കുക എന്നാണ് അർത്ഥം. യാചിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സ്വർഗം പടുത്തുയർത്താൻ കഴിയില്ല. യാചിക്കുന്ന ഒരാൾക്ക് സ്വർഗം സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. പ്രയത്നിക്കുന്ന ആൾക്കോ? പ്രയത്നിക്കുന്ന ആൾ സ്വർഗീയതയിലായിരിക്കും എപ്പോഴും ജീവിക്കുക. അപ്പോൾ പ്രയർ എന്നുള്ള വാക്കിൻ്റെയും എൻഡവർ എന്ന് പറയുന്ന വാക്കിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം അത്രയുണ്ട്. പ്രാർത്ഥനാ നിർഭരമായിരിക്കണം നമ്മുടെ ജീവിതം. അതായത് സ്നേഹത്തിന് വേണ്ടി, അറിവിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. പക്ഷെ ഒരിക്കലും നമ്മൾ ആരാവരുത്, ഒരു യാചകരാകരുത്. നമ്മളുടെ മുന്നിൽ യാചിക്കുന്നവരുടെ, അപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുവാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ ആരുടെയും മുന്നിൽ യാചിക്കുന്നവരാവരുത്, പ്രാർത്ഥിക്കുന്നവരാവരുത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ സ്നേഹത്തിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും, ഇല്ലേ? നമ്മൾ പഠിക്കുന്ന കാലത്ത് അധ്യാപകരുടെ മുന്നിൽ അറിവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, യാചിക്കും, അപേക്ഷിക്കും, ഇല്ലേ? അർഹരാണെങ്കിൽ അതവർ നൽകുക തന്നെ ചെയ്യും. നമ്മൾ അധികാരികളുടെ മുമ്പിൽ നമ്മളുടെ അപേക്ഷകൾ സമർപ്പിക്കും. ജീവിച്ചിരിക്കുന്നവരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അധികാരികളോടാണ്, ഗുരുക്കന്മാരോടാണ്, അച്ഛനമ്മമാരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ പ്രാർത്ഥിക്കുവാൻ ഭാരതീയരോട് പറഞ്ഞിട്ടേയില്ല. നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർവരുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശേഷിയുള്ളവരാകുവാനാണ് നമുക്ക് കരുത്തുണ്ടാവേണ്ടത്. മറ്റുള്ളവരുടെ അപേക്ഷകളെ സ്വീകരിക്കുവാനാണ്, പ്രാർത്ഥനകളെ സ്വീകരിക്കുവാൻ ശേഷിയുള്ളവരാകാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ആത്മീയപരമായിട്ടുള്ള പ്രാർത്ഥനകൾ അത് ഒരു പുഴുവിൻ്റെ ആയുസ് ഒരു ദിവസത്തേക്ക് നീട്ടുവാനുള്ള ശേഷിയില്ലാത്തതാണ്. ഒരു ഈയലിൻ്റെ ചിറകിനെ തിരിച്ചു പിടിപ്പിക്കാൻ ശേഷിയില്ലാത്തതാണ്. ഒരു മാലിന്യത്തിലിരിക്കുന്ന ഈച്ചയെപ്പോലും പറപ്പിക്കാൻ ശേഷിയില്ലാത്തതാണ്. ഒരു ഇല അടന്നു പോയാൽ അതിനെ തിരിച്ചു പിടിപ്പിക്കാനുള്ള ശേഷിയില്ലാത്തതാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൗതികപരമായിട്ടുള്ള ഒരു മാറ്റവും വരുത്തുവാൻ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് കഴിയുകയില്ല. നഷ്ടപ്പെട്ടു പോയ ഒരു ജീവനെയും തിരിച്ചു വരുത്തുവാനായിട്ട് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് കഴിയുകയില്ല. ഞാനിത് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, നെറ്റി ചുളിക്കുന്നവരുണ്ടാവാം, പ്രാർത്ഥനയാണ് വലുത്, പ്രയത്നമല്ല എന്ന് പറയുന്നവരുണ്ടാവാം. പക്ഷേ ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരാൾ ആക്സിഡൻറ്റിൽ പെട്ടു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ ICUവിലെത്തുന്ന ഡോക്ടർ ആ രോഗിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
അതേസമയം അയാൾ ആ ജീവനെ തിരിച്ചു പിടിക്കാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രയത്നമാണോ നിങ്ങൾക്കിഷ്ടം? അതല്ല ആ പ്രാർത്ഥനയാണോ നിങ്ങൾക്കിഷ്ടം? ഏതായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുക? ആ രോഗിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക? ആ രോഗിയുടെ ജീവന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക? പ്രാർത്ഥിക്കുന്ന ഡോക്ടറെയാണോ നിങ്ങൾക്കിഷ്ടം? പ്രയത്നിക്കുന്ന ഡോക്ടറെയാണോ നിങ്ങൾക്കിഷ്ടം? പറയൂ. പ്രാർത്ഥന കൊണ്ട് ഈ ലോകത്ത് ഒരു ഇതൾ പോലും തിരിച്ചു പിടിപ്പിക്കാൻ കഴിയില്ല. പ്രാർത്ഥന എന്നത് നിർഗുണമായിട്ടുള്ള ഒരു നിസ്സഹായ ശാപാവസ്ഥയാണ്. നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥ, യാചിക്കാൻ മാത്രം അറിയാവുന്ന ഒരവസ്ഥ, അപേക്ഷിക്കാൻ മാത്രം കഴിയുന്ന ഒരവസ്ഥ. ഈ പ്രയറാണ്, ഈ പ്രാർത്ഥനയാണ്, ഈ യാചനയാണ് മതങ്ങളെ സൃഷ്ടിക്കുന്നത്. മതങ്ങൾക്ക് മനുഷ്യൻ അടിമകളായിട്ട്, മതങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്ന യാചകരായിട്ട് മനുഷ്യർ മാറിയതിൻ്റെ പിന്നിലെ കഥ ഇതാണ്. അപ്പോൾ മരിച്ചുപോയവരെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, മതങ്ങളെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, ദൈവങ്ങളെ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥിക്കാം, ഗുരുക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ അധികാരമുള്ള അധികാരികളോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ആ അപേക്ഷകൾ, ആ യാചനകൾ അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ പ്രയത്നങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനാ നിർഭരമായിട്ട് ജീവിക്കേണ്ടത്. മതങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പറയാം? അഭിപ്രായങ്ങൾ എന്നാണ് അർത്ഥം. എന്തിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് മതങ്ങൾ? ദൈവങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് മതങ്ങൾ. അതിനകത്തും ഏക സ്വഭാവമില്ല. അഭിപ്രായങ്ങൾ ഭിന്നതകളെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. കാരണം അതിൽ അറിവില്ല, അഭിപ്രായങ്ങളാണ്. മതങ്ങളെപ്പോഴും, മതമെന്ന് പറഞ്ഞാൽ തന്നെ അഭിപ്രായമാണ്. അഭിപ്രായങ്ങൾ ഭിന്നതകളെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യരെ മുട്ടുകുത്തിക്കുന്നവരാക്കും, തലകുത്തുന്നവരാക്കും, കിടത്തുന്നവരാക്കും, യാചിക്കുന്നവരാക്കും, അപേക്ഷിക്കുന്നവരാക്കും. ആത്മീയത എന്നാൽ അർത്ഥം അറിവെന്നാണ് അർത്ഥം. അപ്പോൾ അറിവുമായിട്ട് ബന്ധമില്ല മതങ്ങൾക്ക്, അഭിപ്രായങ്ങൾ മാത്രമാണ് മതങ്ങൾ. ഇപ്പോൾ പ്രെയർ എന്നുള്ള വാക്കിനേക്കാൾ എത്രയോ മനോഹരമാണ് എൻഡവർ എന്നുള്ളൊരു വാക്ക്. ഞാൻ പ്രാർത്ഥിച്ചു നേടി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള വാക്കാണ്, എത്രയോ അഭിമാനം തോന്നുന്ന ഒന്നാണ് ഞാൻ പ്രയത്നിച്ച് നേടി എന്ന് പറയുന്നത്. യാചിച്ചു നേടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് യജിച്ചു നേടുന്നത്, യജ്ഞം ചെയ്ത് നേടുന്നത്. നമ്മൾ പ്രാർത്ഥനാ നിർഭരമായിട്ട് ജീവിക്കുക, പക്ഷേ പ്രാർത്ഥിക്കുന്നവരാവാതിരിക്കുക, പ്രവർത്തിക്കുന്നവരാവുക. നമ്മൾ ജ്ഞാനത്താൽ, ആത്മബോധത്താൽ നല്ല പ്രവൃത്തിയെ ചെയ്യുന്നവരാക്കുക. ധ്യാനവും പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്, അതൊരിക്കലും ഒന്നല്ല. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്പോൺസേഡ് ബൈ മുഴിക്കരോട്ട്.